ആശാപ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങ്. പ്രതിമാസ ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായി ഉയർത്തി. വിരമിക്കൽ ആനുകൂല്യത്തിലും വർധനവ്. ആശമാർക്ക് കൂടുതൽ വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന വാദം പച്ചക്കള്ളമാണെന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പാർലമെന്റിൽ നൽകിയ വിവരങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു. മാന്യമായ വരുമാനത്തിനായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാപ്രവർത്തകർ നടത്തിയ സമരത്തിന് നേരെ സംസ്ഥാന സർക്കാർ കണ്ണടച്ചപ്പോൾ ആശമാരെ ചേർത്ത് നിർത്തുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആശാപ്രവർത്തകരുടെ പ്രതിമാസ ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യം 20,000 രൂപയിൽ നിന്ന് 50,000 വർദ്ധിപ്പിച്ചതായും NK പ്രേമചന്ദ്രൻ MP-യുടെ ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. 2 മാസം മുൻപ് ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് തീരുമാനമെടുത്തത്. അതേസമയം ആശാപ്രവർത്തകരുൾപ്പെടെ ആരോഗ്യ മേഖലയിലെ ഭരണപരവും മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും ആരോഗ്യ സഹമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതികളിലൂടെ ആശമാർക്കും അവരുടെ ആശ്രിതർക്കും ഇൻഷുറൻസ് നടപ്പാക്കി. കൂടാതെ ആശാപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കേരളത്തിലാണെന്ന സംസ്ഥാന സർക്കാരിന്റെയും ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവരുടെയും വാദങ്ങൾ പച്ചക്കള്ളമാണെന്നും ആരോഗ്യ സഹമന്ത്രി NK പ്രേമചന്ദ്രൻ MP-ക്ക് നൽകിയ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ 10,000 രൂപ, സിക്കിം 10,000, ആന്ധ്രാപ്രദേശ് 7,200, കേരളം 7,000 രൂപ എന്നിങ്ങനെയാണ് ആശമാർക്ക് ലഭിക്കുന്ന വരുമാനമെന്നും കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവിന്റെ മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനം, ഡൽഹി.